പാരൻ്റ് ആവുക അല്ലെങ്കിൽ ഒരു രക്ഷിതാവാവുക എന്നുള്ളത് വലിയ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അവരുടെ മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. നാം ഒരാളെ കാണുന്നു, നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി. നാം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ പേരെന്താണ്? എന്തു ചെയ്യുന്നു? അടുത്ത ചോദ്യം, മക്കൾ എത്രയുണ്ട്, അല്ലേ? അപ്പോൾ മക്കൾ എന്ന് പറയുന്നത് ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്താണ്. നമ്മൾ ആരെയും കണ്ടാൽ നിനക്ക് എത്ര ആസ്തിയുണ്ട്, നിൻ്റെ കയ്യിൽ എത്ര പണമുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എന്ന് നാം ആരോടും ചോദിക്കാറില്ല. നാം ചോദിക്കുന്നത് മക്കളെക്കുറിച്ചാണ്. സോ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യങ്ങളാണ്. മക്കൾ വലിയ അസറ്റാണ്, സമ്പത്താണ്. പക്ഷേ പലപ്പോഴും പല ആളുകളും മക്കളെ കൊണ്ട് വലിയ പ്രയാസങ്ങൾ നേരിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് രക്ഷിതാക്കൾ കൗൺസിലിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ നമ്മുടെ അടുത്ത് വന്ന് കുട്ടികളുടെ പരാതികളൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിക്കരയുന്ന പാരൻസിനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നാം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പാരൻസിനെ നമുക്ക് കാണാം. ഒന്ന്, മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ. മറ്റൊന്ന്, മക്കളുണ്ടായിട്ട് ആ മക്കളെ കൊണ്ട് വിഷമിക്കുന്ന രക്ഷിതാക്കൾ. ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. മക്കളില്ലാത്ത ആളുകൾ ലോകത്ത് ഒരുപാടുണ്ട്. എനിക്കറിയുന്ന ഒരു പാരൻ്റ് വലിയ ധനാഢ്യനാണ്. ഒരു ദിവസം ഏകദേശം ഒരു 10-40 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യുന്ന വലിയ ധനാഢ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് യാദൃശ്ചികമായി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു. 10-30ഓളം ബെഡ്റൂമുകളുള്ള, മുറികളുള്ള വലിയ ഒരു വിശാലമായ വീട്. നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകണം അതിൻ്റെ അകത്ത്. പക്ഷേ ആ വീട്ടിലാകെ താമസിക്കുന്നത് 2 പേർ, ഇയാളും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലിയിൽ സഹായിക്കുന്നതിനുള്ള ജോലിക്കാരും. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരുപാട് ആസ്തിയുണ്ട് സർ, പക്ഷേ എൻ്റെ ആസ്തിയൊക്കെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ. എൻ്റെ ഫാമിലിയിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകളെ ദിവസം തോറും കാണാറുണ്ട്, എനിക്ക് മക്കളില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുത്ത സമയത്ത് ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ പേഴ്സണലായിട്ട് വാട്സപ്പിൽ വന്നിട്ട് പറഞ്ഞു, സാർ ഇന്നൊരു ടാസ്ക് തന്നിട്ടുണ്ട്, ആ ടാസ്ക് എനിക്ക് ചെയ്യാൻ ഗ്രൂപ്പിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ മക്കളില്ലാത്ത ഒരാളാണ്. കാരണം ആ ടാസ്ക് മക്കളെക്കുറിച്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ നമുക്കറിയാം, മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊരു വിഭാഗം. മറ്റൊരു വിഭാഗം ആരാ? മക്കളുണ്ടായിട്ട് മക്കളെക്കുറിച്ച് ഓർത്ത് മക്കളുടെ പ്രയാസങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് പാരൻസ്. അപ്പോൾ ഒന്ന്, പ്രസവവേദന കൊണ്ട് കരഞ്ഞ രക്ഷിതാക്കൾ പ്രസവിച്ചതിൻ്റെ പേരിൽ കരയുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകാറുണ്ട് പലപ്പോഴും. ഞാനിത് പറയാൻ കാരണം, നാം ഒക്കെ രക്ഷിതാക്കളാണ്, നമുക്ക് പാരൻസ് ആണ്. അപ്പോൾ നമുക്ക് പാരൻറ്റിങ് ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പാരൻറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു പാരൻ്റ് എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി എന്താണ് ഇവിടെ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത്, എന്താണ് പാരൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാരൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാമൊക്കെ സാധാരണ നമ്മൾ വിചാരിക്കാറുണ്ട്, ഒരു അച്ഛൻ അമ്മ 2 പേർ ചേർന്നതാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. സാധാരണ അച്ഛൻ ഒരു ATM കാർഡ്, അമ്മ ഒരു പാചകക്കാരി, 2 റോളാണ് സാധാരണ പാരൻസിൽ വഹിക്കാറ്. കൂടുതൽ ആളുകളും, ഞാൻ എല്ലാവരെയും അങ്ങനെ പറയല്ല, സാധാരണ പാരൻറ്റിങ്ങിൽ നമുക്ക് കാണുന്ന ഒരു റോള്, അച്ഛൻ്റെ റോള് ഒരു ATM കാർഡ്, അമ്മ ഒരു പാചകക്കാരി. യഥാർത്ഥത്തിൽ പാരൻറ്റിങ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടിക്കാലം മുതൽ, ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു കുട്ടിയായിരുന്ന സമയം മുതൽ അവൻ്റെ അഡൽട്ട്ഹുഡ് വരെ, ശരിക്കും മരണം വരെ അവൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് അവൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവനെ ഒരു വ്യക്തിയായി രൂപപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവിടുത്തെ പ്രോസസ്സിൽ, ജനനം മുതൽ മരണം വരെയുള്ള ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പാരൻ്റ് എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ചൈൽഡ്ഹുഡുള്ള, അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലം മുതൽ അയാളുടെ മരണം വരെ, ഈവൻ മരണം വരെ എന്ന് പറയുന്നത് പാരൻറ്റിങ് പെട്ടു. അത് പല അഭിപ്രായങ്ങളും ആ വിഷയത്തിലുണ്ട്.
അയാൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ എന്ന് പറയുന്ന തത്വചിന്തകന്മാരുണ്ട്. അതുവരെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ഒരു വ്യക്തിയായി ജീവിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ശരിക്കും പാരൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ചോദ്യം, വൈ പാരൻറ്റിങ് ട്രെയിനിങ്? എന്തിനാണ് പാരൻറ്റിങ്ങിൻ്റെ ട്രെയിനിങ്? നമ്മളൊക്കെ സാധാരണ സ്കൂളുകളിൽ, അതുപോലെ നമ്മുടെ നാട്ടിലുള്ള സംഘടനകൾ, ക്ലബ്ബുകൾ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ ധാരാളം പാരൻറ്റിങ് ട്രെയിനിങ് നടത്താറുണ്ട്. ക്ലാസ്സുകൾ വാട്സപ്പിലൂടെ കാണാറുണ്ട്, സൗജന്യ പാരൻറ്റിങ് ട്രെയിനിങ്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛം, ഓ ഇതൊക്കെ പഠിച്ചിട്ടാണോ ചെയ്യേണ്ടത്? ഞാനൊക്കെ, എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിച്ചിട്ടാണ് വളർത്തിയത്, അല്ലെങ്കിൽ ഞാനിത് പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, എനിക്കെല്ലാം അറിയില്ലേ എന്നൊരു ചിന്ത ഉണ്ടല്ലേ? വൈ പാരൻറ്റിങ് ട്രെയിനിങ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ പഠിക്കുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നേടുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്, അല്ലാതെ മനുഷ്യനൊന്നും പഠിക്കുന്നില്ല. നമ്മളൊക്കെ അമ്മയുടെ വയറ്റിൽ നിന്നും ഇങ്ങനെ ജനിച്ച് വീഴുന്ന സമയത്ത് നമുക്ക് എന്താ അറിയാവുന്നത്? നമുക്കെന്താ അറിയാം? കാലിട്ടടിച്ച് കരയാനല്ലാതെ മറ്റൊന്നും അറിയാത്തവനാണ് യഥാർത്ഥത്തിലൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പിന്നീട് മെല്ലെ 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 ഓരോ കാര്യങ്ങളും പലരിൽ നിന്നും കിട്ടി, ട്രെയിനിങ് കിട്ടി, സപ്പോർട്ട് കിട്ടി, അങ്ങനെ പഠിച്ചു വരുന്നതാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു അല്ലേ, കുക്കിംഗ് പഠിക്കുന്നു, അതുപോലെ തന്നെ നടക്കാൻ പോലും ചെറുപ്പത്തിൽ ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട്, കൈ സഹായം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കറിയാം പാരൻറ്റിങ് എന്ന് പറയുന്നത് ശരിക്കും ട്രെയിനിങ് കിട്ടേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അറിയാം, ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് എന്തൊക്കെ നാം സംസാരിക്കണം, എന്ത് സംസാരിച്ചുകൂടാ, നാം എന്തൊക്കെ കാണണം, ഒരു കൗമാരക്കാരോട് എങ്ങനെ പെരുമാറണം, കൗമാരക്കാരെ ശകാരിക്കാവോ? 7 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, ആ കുട്ടികളെ ശകാരിക്കാമോ? അവർക്ക് എന്താണ് പഠിപ്പിക്കേണ്ടത്? അവർക്ക് മാനേഴ്സ് പഠിപ്പിക്കണോ? 1 വയസ്സിനും 7 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് എന്താണ് നാം കൊടുക്കേണ്ടത്? ഇതൊക്കെ ഒരു പാരൻ്റ് എന്ന രീതിയിൽ കൃത്യമായി പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, പാരൻറ്റിങ് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളത്. നമുക്കറിയാം, ഹു ഹാസ് ടു ബി ചേഞ്ചർ. അടുത്ത 3ാമത്തെ ചോദ്യം, ഹു ഹാസ് ടു ബി ചേഞ്ചർ? ആരാണ് മാറേണ്ടത്? അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളെല്ലാം വളരെയധികം പെർഫെക്റ്റ് ആണ്, നമ്മളൊക്കെ പെർഫെക്റ്റ് ആണ്, മക്കളാണ് പ്രശ്നക്കാർ. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നത്തിലോ പ്രയാസങ്ങളിലോ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതിനെ ബ്ലെയിം ചെയ്യാറുണ്ട്, മറ്റുള്ളവരുടെ മേലെ പഴിചാരി സംസാരിക്കാറുണ്ട്. എൻ്റെ മകൻ 10ാം ക്ലാസ് വരെ നല്ല കുട്ടിയായിരുന്നു, സ്കൂളിൽ പോയപ്പോഴാണ് അവൻ പ്രശ്നം ഉണ്ടായത്, കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ടാണ് പ്രശ്നം ഉണ്ടായത്, മൊബൈൽ ഫോണിന് അടിമപ്പെട്ടുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. അങ്ങനെ കൂട്ടുകാരെയും അയൽവാസിയെയും നാട്ടുകാരെയും സമൂഹത്തെയും ഈ ജനറേഷനെയും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തെയും ഒക്കെ പഴിചാരിയിട്ട് നമ്മൾ രക്ഷപ്പെടാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു കുട്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോശപ്രവർത്തനം നമ്മുടെ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? രക്ഷിതാവിനാണ് എന്ന ഒരു കാര്യം അംഗീകരിക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും തന്നെ ഒരു നല്ല പാരൻ്റ് ആവാൻ പറ്റില്ല. ഒരാൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർത്തു പോകുന്നു, അവർ ചിൽഡ്രൻ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ബട്ട് ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ. അവർ ചിൽഡ്രൻ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ബട്ട് ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ. നമ്മുടെ മക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, പക്ഷേ അവർ ഉത്തരവാദികളല്ല. നമ്മുടെ മക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, പക്ഷെ അവർ ഉത്തരവാദികളല്ല. ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അവരൊരു കള്ളനായാൽ, അല്ലെങ്കിൽ നാം പറയുന്നത് പോലെ ഒരു ഡ്രഗിന് അടിമപ്പെട്ടാൽ, അല്ലെങ്കിൽ അവൻ ഒരു മോശപ്രവർത്തനയ്ക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം തികച്ചും പോകുന്നത് രക്ഷിതാവിനാണ്. അപ്പോൾ രക്ഷിതാവ് ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിനെ കുറേ കമൻറ്റുകളൊക്കെ ഇട്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യും, എന്താണ് രക്ഷിതാവ് അതിന് എന്ത് പഴച്ചു? യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അയൽവാസിയായ ഒരു കുട്ടിയുടെ പ്രശ്നം കൊണ്ടാണ് തൻ്റെ കുട്ടി മോശമാവുന്നതെങ്കിൽ അയാൾ അവിടെ നിന്നും സ്ഥലം മാറി മറ്റൊരു സ്ഥലത്ത് പോയി ഫ്ലാറ്റ് എടുത്ത് വീടെടുത്ത് താമസിക്കാനുള്ള ഉത്തരവാദിത്വം ആ രക്ഷിതാവിനുണ്ട്. അയൽവാസിയായ കുട്ടിയുടെ കൂടെ കൂടിയിട്ട് തൻ്റെ കുട്ടി ഡ്രഗിന് അടിമപ്പെടുന്നു എന്ന് തോന്നിയാൽ ഉടനെ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാവിനുണ്ട്. അവിടെ അയൽവാസിയെ പഴിചാരി നിൽക്കാൻ രക്ഷിതാവിന് പറ്റില്ല, രക്ഷിതാവ് നിൽക്കാൻ പാടില്ല.
അല്ലെങ്കിൽ സ്കൂളിൽ പോയപ്പോൾ സ്കൂളിലെ തൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ സഹപാഠിയായ വിദ്യാർത്ഥിയുടെ ഇടപെടൽ കൊണ്ട് തൻ്റെ കുട്ടി മോശമാകുന്നു എന്ന് തോന്നിയാൽ ആ സ്കൂളിൽ നിന്നും TC വാങ്ങി തൊട്ടപ്പുറത്തുള്ള സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാൻ, അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ ആ രക്ഷിതാവ് എന്ന രീതിയിൽ അദ്ദേഹം തയ്യാറാവേണ്ടതുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പാരൻറ്റിങ് ആരാണ് മാറേണ്ടത് എന്ന ഒരു വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നാം തന്നെ പറയണം. വി ഹാവ് ടു ബി ചേഞ്ച്ഡ്, അല്ലേ? നാം തന്നെ മാറണമെന്ന ഒരു വലിയ ഉത്തരവാദിത്ത ബോധം. ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് അടുത്ത് നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് ഒരു പാരൻ്റ് വരികയാണ്. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മകള്, ചെറിയ കുട്ടിയാണ്, 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി. ആ കുട്ടിക്ക് പെൺകുട്ടിയാണ്, കൂടെ ഇരിക്കുന്ന മറ്റൊരു പെൺകുട്ടി എല്ലാ ദിവസവും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു. അവസാനം തിരിച്ചറിഞ്ഞു ഈ ചോക്ലേറ്റിൻ്റെ അകത്ത് ഡ്രഗ് അടങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ അമ്മ ഉടനെ തന്നെ നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒന്നും ആലോചിക്കേണ്ട, വേഗം ആ സ്കൂളിൽ നിന്നും TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെ രക്ഷിതാവിനെ അംഗീകരിക്കുന്നു. അവർ വളരെയധികം സന്തോഷത്തോടെ എൻ്റെ ആ ഒരു നിർദ്ദേശത്തെ പരിഗണിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ TC വാങ്ങി ടൗണിലുള്ള മറ്റൊരു സ്കൂളിൽ പോയി ചേർക്കുന്നു. പക്ഷെ അത്ഭുതം, ആ ചേർത്ത സമയത്ത് തന്നെ പിറ്റേ ദിവസം, അതിൻ്റെ തൊട്ടടുത്ത ദിവസം, ഈ മിഠായി കൊടുത്തിരുന്ന കുട്ടി, ആ കുട്ടിയും പോയി ഇതേ കുട്ടിയുടെ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്തു. അങ്ങനെ അവിടെ ഭയങ്കര ക്ലാഷായി. മറ്റേ കുട്ടിയുടെ രക്ഷിതാവ് പോയി അവിടുത്തെ സ്കൂളിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കരുത്, അവളെ TC കൊടുത്ത് പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ഉണ്ടായി. വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ആരാണ് മാറേണ്ടത്. ഞാൻ ഒരൊറ്റ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിലൊക്കെ ടാങ്ക് ഉണ്ടാകും, അല്ലേ? വലിയ ടാങ്ക്, വാട്ടർ ടാങ്ക് ഉണ്ടാകും. അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ടാപ്പിലൂടെ ഇങ്ങനെ പൈപ്പിലൂടെ വന്ന് അത് ടാപ്പ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം ലഭിക്കുന്നു. ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് ടാങ്കിൽ നിന്നും വരുന്ന വെള്ളം അത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ടാപ്പ് അങ്ങ് ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിൽ കണ്ടത് ചെളി പുരണ്ട കലങ്ങിയ ചെളിയുള്ള വെള്ളമാണ്. ആ വെള്ളം അത്ര സുഖകരമല്ല, അതിൽ ചെളി പുരണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചെളി കലങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഉടനെ തന്നെ ഒരു പ്ലംബറെ വിളിച്ചു. ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം, വെള്ളം ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ക്ലീൻ അല്ല, അത് ചെളി പുരണ്ടതാണ്, അതുകൊണ്ട് ഒന്ന് ടാപ്പ് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. എന്താണിപ്പോൾ ഇവിടെ സംഭവിച്ചത്? ടാങ്കിൽ നിന്നും വരുന്ന വെള്ളം ക്ലീൻ അല്ലാത്തതുകൊണ്ട് ടാപ്പ് മാറ്റിയതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് വെള്ളം ക്ലീൻ ആവാത്തത്? അത് ടാങ്ക് ക്ലീൻ ആവാത്തതുകൊണ്ടാണ്. റൈറ്റ്? ടാങ്ക് ക്ലീൻ ആവാത്തത് കൊണ്ടാണ് അതിലൂടെ വരുന്ന വെള്ളം ക്ലീൻ ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് ഉടനെ ചെയ്യേണ്ടത് പ്ലംബറെ വിളിച്ച് ടാപ്പ് മാറ്റുന്നതിന് പകരം ആ ടാങ്ക് ഒന്ന് വൃത്തിയാക്കുക, അതൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ടാങ്ക് എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ്, അതിലൂടെ വരുന്ന വെള്ളം മക്കളാണ്. അപ്പോൾ രക്ഷിതാക്കൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ, അവർ നന്നായാൽ, അതിലൂടെ ഉണ്ടാവുന്ന മക്കളും അവർ വളർത്തുന്ന മക്കളും നന്നായിരിക്കും എന്ന ഒരു ബോധ്യം നാം എന്ന് അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സത്യം നാം എന്ന് അംഗീകരിക്കുന്നുണ്ടോ, അന്ന് നമുക്ക് നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടി സാധിക്കും. സോ ഹു ഹാസ് ടു ബി ചേഞ്ച്ഡ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ആരാണ് മാറേണ്ടത് എന്നതിൻ്റെ ഉത്തരം രക്ഷിതാവാണ് മാറേണ്ടത് എന്ന് നാം എല്ലാവരും കുറച്ചു വിശ്വസിക്കണം. അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം, വെൻ പാരൻറ്റിങ് സ്റ്റാർട്ട്സ്, എപ്പോഴാണ് പാരൻറ്റിങ് തുടങ്ങുന്നത്? അപ്പോൾ നമുക്കൊക്കെ വിചാരിക്കുന്നത് പാരൻറ്റിങ് തുടങ്ങേണ്ടത് ഒരു കുട്ടി, സാധാരണ നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരാറ് എപ്പോഴാണെന്നറിയോ? കൗമാര സമയത്ത്, കോളേജിലും PGക്കൊക്കെ പഠിക്കുന്ന സമയത്ത്, ആ സമയത്താണ് കുട്ടിയെയും കൊണ്ടുവരിക. എന്നിട്ട് നമ്മോട് പറയും, സാർ ഇവൻ്റെ പ്രവർത്തനം ശരിയല്ല, ഇവൻ അവിടെയാണ്, മോശമായ കൂട്ടുകെട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്ന് ശരിയാക്കി തരണം. കുട്ടിക്ക് അപ്പോൾ ഏകദേശം 20 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സ്. ഈ 22 വയസ്സിലൂടെ 22 വർഷക്കാലം തൻ്റെ പാരൻസിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടിയ കാര്യങ്ങളൊക്കെ ആർജിച്ചെടുത്ത് അത് ഉപയോഗിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച കാര്യങ്ങളെ കേവലം ഒരു 45 മിനിറ്റുള്ള ഒരു കൗൺസിലിംഗ് സെഷനിലൂടെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ പാരൻറ്റിങ് തുടങ്ങുന്നത് എപ്പോഴാണ്? ജനനത്തിന് മുമ്പ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സെഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനനത്തിന് മുമ്പ്, അതാണ് ഞാൻ പറഞ്ഞത്, പാരൻറ്റിങ് തുടങ്ങുന്നത് ജനനത്തിന് മുമ്പാണ്. അപ്പോൾ അതുപോലും നമ്മുടെ പാരൻസിന് അറിയില്ല. ജനിക്കുന്നതിന് മുമ്പ്, ആ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പാരൻറ്റിങ് തുടങ്ങുന്നു എന്ന
സത്യാവസ്ഥ പോലും നമുക്ക് പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിയാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൃത്യമായിട്ടുള്ള പാരൻറ്റിങ് ട്രെയിനിങ് വേണം. ഇത്തരം ട്രെയിനിങ്ങിലൂടെയാണ് എപ്പോഴാണ് പാരൻറ്റിങ് തുടങ്ങുന്നത്, എന്താണ് പാരൻറ്റിങ്ങിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അതേപോലെ തന്നെ പാരൻറ്റിങ് ആരാണ് മാറേണ്ടത്, എപ്പോഴാണത് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ പാരൻറ്റിങ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പഠിക്കുന്നതിനാണ് ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ തീർച്ചയായും സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത, പാരൻറ്റിങ് എന്ന് പറയുന്നത് വലിയ ഒരു കടലാണ്. അതിൻ്റെ കോൺസെപ്റ്റുകൾ ശരിക്കും ലോകത്ത് പഠിച്ചു തീർന്നിട്ടില്ല. ഇത് വലിയൊരു കടലാണ്. നമുക്ക് ആ കടലിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിലും അതിൽ നിന്നും ഒരു കപ്പ് വെള്ളം നമ്മൾ കോരിയെടുക്കുന്നത് പോലെ ഒരല്പ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന തലമുറയെ, നമുക്ക് ഇനി വരുന്ന തലമുറകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികളിൽ നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാരൻറ്റിങ്ങിനെ പൂർണ്ണമായും നമുക്ക് മാറ്റാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്താനും ഇത്തരം ട്രെയിനിങ്ങുകൾ ഗുണകരമാകുമെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. താങ്ക് യു.